എനിക്ക് പറയത്തക്ക രഹസ്യമൊന്നുമില്ല. ഞങ്ങളുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് സിനിമ എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ കോട്ടയത്ത് ഞങ്ങളുടെ തറവാട്ടിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളുടെ വല്യച്ഛനായ ജോസ് പ്രകാശ് ഒരു അറിയപ്പെടുന്ന നടനായിരുന്നു മലയാളത്തിൽ. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം കണ്ടിട്ടുള്ള വ്യക്തി. ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഞങ്ങളോടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ കാണാനായി ഞങ്ങൾ ബേബിച്ചാൻ എന്ന് വിളിക്കുന്ന ജോസ് പ്രകാശ് അദ്ദേഹം ഇടയ്ക്കൊക്കെ വരും. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം ഒരു നടനാണെന്നും അറിയപ്പെടുന്ന ആളാണെന്നും ഒന്നും ഞങ്ങൾക്ക് അത്ര വലിയ തിരിച്ചറിവുള്ള പ്രായമൊന്നും ആയിരുന്നില്ല. അപ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി അവിടെ ഒരു ജനക്കൂട്ടമായിരിക്കും ഉള്ളത്. അപ്പം ആ ഒരു സിനിമ നടനാണല്ലോ ഇദ്ദേഹത്തെ കാണാൻ ഇത്രയും പേരൊക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് സിനിമയോട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആദ്യത്തെ ഒരു അടുപ്പത്തിൻ്റെ ഒരു കാരണം, ഒരു തരം ഭ്രമം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 1978 കൂടി ഞങ്ങളുടെ പിതാവ് പ്രേംപ്രകാശ് ഒരു നിർമ്മാതാവായി മാറി. അദ്ദേഹം നിർമ്മാണം തുടങ്ങിയതോടുകൂടി ഞങ്ങളുടെ സിനിമയുമായിട്ടുള്ള ഒരു അടുപ്പം കുറച്ചുകൂടെ കൂടിയെന്ന് പറയണം. കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് ലൊക്കേഷനിൽ പോവുക, മറ്റു കാര്യങ്ങൾ കണ്ട് പരിചയിക്കുക, അതെല്ലാം ചെയ്തു. പിന്നെ സമയം മുമ്പോട്ട് പോയി ഞങ്ങളുടെ കസിനായ ഡെന്നിസ് ജോസഫ് അറിയപ്പെടുന്ന തിരക്കഥാകൃത്തായി മാറി. ഇവർ 3 പേരും സിനിമയിലുണ്ടായിരുന്നതും പ്രത്യേകിച്ചും ഞങ്ങളുടെ ഫാദർ സിനിമയിലുണ്ടായിരുന്നതാണ് ഞങ്ങൾക്ക് സിനിമയോടുള്ള ഏറ്റവും വലിയ അടുപ്പമുണ്ടാക്കാൻ കാര്യം. എല്ലാവരെയും പോലെ ഇപ്പം സിനിമയിൽ ഇപ്പോൾ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ആദ്യം സിനിമ ഒരു ഭ്രമമായിരുന്നായിരിക്കാം. പിന്നെയാണ് സീരിയസ് സിനിമ എന്താണെന്നും സിനിമയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പോൾ സിനിമ ഞങ്ങൾക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഘടകമായിരുന്നതിൻ്റെ മെയിൻ കാരണം ജോസ് പ്രകാശ് ബേബിച്ചാനായിരുന്നു. കാരണം അദ്ദേഹം സിനിമയിലുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ പിതാവായ പ്രേംപ്രകാശും ഒരു പരിധിവരെ ഞങ്ങളുടെ കസിനായ ഡെന്നിസ് ജോസഫും സിനിമയിൽ എത്താനുള്ള കാരണം. അപ്പം ബേബിച്ചാൻ്റെ ഒരു സാന്നിധ്യമാണ് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ എത്തിച്ചതെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ ഈ താടി വളർത്തി മീശ വളർത്തി നടക്കുന്ന തിരക്കഥാകൃത്ത് എന്നുള്ളത് പഴയ കോൺസെപ്റ്റായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ കാണുന്ന സിനിമയിലെ തിരക്കഥാകൃത്തുകൾ ആരും തന്നെ ആ കാറ്റഗറിയിൽ പെടുന്നവരല്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് സിനിമയാണ് ഞങ്ങളുടെ തട്ടകം എന്ന് തിരിച്ചറിയുന്നത് താരതമ്യേന ഒരു ചെറുപ്രായത്തിലാണ്. അപ്പം താരതമ്യേന ഒരു ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് എത്താൻ ഞങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ പറഞ്ഞ താടി വളർത്താനും ജുബ്ബ ഇടാനുമുള്ള ഒരു പ്രായം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ശരിയായ ഉത്തരം. ഞങ്ങൾക്ക് ഒരിക്കലും അഭിനയത്തോടൊരു ഭ്രമം തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫാദർ പ്രൊഡ്യൂസ് ചെയ്ത 2-3 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പെരുവഴിയമ്പലത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, അസീസിൻ്റെ മകനായിട്ട്. സഞ്ജയും എൻ്റെ കാണാക്കുയിൽ എന്നുള്ള സിനിമയിൽ വേഷം ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് ആ സമയത്ത് ഒരു സൗകര്യത്തിൻ്റെ പുറത്ത് പോയി ചെയ്യുകയായിരുന്നു, അല്ലാതെ ഒരിക്കലും അഭിനയത്തോടൊരു ഭ്രമം തോന്നിയിട്ടില്ല. ഞങ്ങളുടെ തട്ടകമാണ് അഭിനയം എന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങൾ പഠിച്ചത് മിസ്സസ് മേരി റോയ് എന്ന അരുന്ധതി റോയുടെ അമ്മ മിസ്സസ് മേരി റോയ് നടത്തിക്കൊണ്ടിരുന്ന കോപ്പസ് ക്രിസ്റ്റി എന്നുള്ള സ്കൂളിലാണ്. അതിപ്പോൾ പള്ളിക്കൂടം എന്ന പേരിലാണ് കോട്ടയത്ത് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നാടകത്തിനും മറ്റ് കലാരൂപങ്ങൾക്കുമൊക്കെ മിസ്സസ് റോയ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ കിട്ടിയ ഒരു ശിക്ഷണവും ഞങ്ങളെ എഴുത്തിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നാടകം എഴുതാനും അത് സംവിധാനം ചെയ്യാനും അതിൽ അഭിനയിക്കാനും ഒക്കെയുള്ള അവസരം ആ സ്കൂളിൽ കിട്ടിയിട്ടുണ്ട്. മറ്റൊരു സ്കൂളിലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടുമായിരുന്നോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അവിടെ വെച്ചാണ് എഴുത്താണ് ഞങ്ങളുടെ ഫീൽഡെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ആ സമയത്ത് തന്നെ തിരക്കഥകൾ മറ്റുള്ളവരുടെ പത്മരാജൻ്റെ അടക്കമുള്ളവരുടെ തിരക്കഥകൾ വായിക്കാനുള്ള ഒരു ഭാഗ്യവും ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ഒരു തിരക്കഥയുടെ ശക്തി എന്താണെന്നും തിരക്കഥയാണ് ഒരു സിനിമയുടെ നട്ടെല്ലെന്നും ഞങ്ങളവിടെ തിരിച്ചറിഞ്ഞു. അഭിനയം ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാമറ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംവിധാനവുമാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു നല്ല തിരക്കഥ ഇല്ലാതെ ഒരു നല്ല സംവിധായകനും ഒരു നല്ല സിനിമ എടുക്കാൻ സാധിക്കില്ല എന്ന് ലോക സിനിമയിൽ തന്നെ ഉള്ള ഒരു റൂളാണ്. ആ ഒരു റൂൾ ഇന്നും തെറ്റിയിട്ടില്ല. കാരണം എത്ര നല്ല സംവിധായകനാണെങ്കിലും ഒരു നല്ല തിരക്കഥ ഇല്ലെങ്കിൽ ഒരു നല്ല സിനിമ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ല. ഒരു ശരാശരി സംവിധായകന് ഒരുപക്ഷെ ഒരു നല്ല തിരക്കഥയിൽ നിന്ന് പോലും ഒരു നല്ല സിനിമ എടുക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടർക്ക് മോശം തിരക്കഥയെ നല്ലൊരു സിനിമയാക്കി എടുക്കാൻ കഴിയില്ല. അതാണ് തിരക്കഥയുടെ ഇമ്പോർട്ടൻസ്. അപ്പം തിരക്കഥയുടെ ഇമ്പോർട്ടൻസ് ഇപ്പം ജനം തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എല്ലാ രീതിയിലും എഴുത്താണ് ഞങ്ങളുടെ തട്ടകം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ ഒരു ലേറ്റ് 90s ഓർമ്മ. അപ്പോഴാണ് ഞങ്ങൾ അവസ്ഥാന്തരങ്ങൾ എന്ന TV സീരിയലിന് തിരക്കഥ എഴുതുന്നത്. ജൂഡ് അട്ടിപ്പേറ്റി സംവിധാനം ചെയ്ത, ഞങ്ങളുടെ പിതാവ് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത കൈരളി TV വന്ന സീരിയലായിരുന്നു. അതിനുശേഷമാണ്
എൻ്റെ വീടപ്പുൻ്റെ എന്ന സിനിമയിലേക്ക് ഞങ്ങൾ വരുന്നത്. അപ്പം എല്ലാ രീതിയിലും ഞങ്ങൾ തിരക്കഥാരചനയിലും സിനിമ എഴുതുന്നതിൽ വളരെ കംഫർട്ടബിളാണ്. കാരണം സിനിമ ആ ജോലി എൻജോയ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, സിനിമയുടെ നട്ടെല്ലാണ് തിരക്കഥ എന്നുള്ള പൂർണ്ണമായ തിരിച്ചറിവും ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ കലാരൂപങ്ങളിലും 2 പേർ ഒരുമിച്ച് ജോലി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദിയിലെ ഏറ്റവും പ്രശസ്തരായ സംഗീത സംവിധായകരിൽ ജോഡികരായിരുന്നു ശങ്കർ ജയകിഷനും ലക്ഷ്മികാന്ത് പ്യാരലാലും. അവർ 2 പേരായിരുന്നു. ശങ്കറും ജയകിഷനും 2 പേർ, ലക്ഷ്മികാന്തും പ്യാരലാലും 2 പേർ. അവരെങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരുമിച്ച് മ്യൂസിക് കൊടുത്തു? ഇപ്പോൾ സലീം ജാവേദ് എന്ന തിരക്കഥാകൃത്തുക്കൾ, ഷോലെ അടക്കമുള്ള വലിയ ഹിറ്റുകൾ നൽകിയിട്ടുള്ള സലീം ഖാനും ജാവേദ് അക്തറും അവർ 2 പേരും ഒരുമിച്ചാണ് തിരക്കഥ എഴുതിയത്. നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ഹിറ്റുകൾ സമ്മാനിച്ച സിദ്ദിഖും ലാലും അവർ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, 2 ബ്രെയിൻസ്, 2 തലച്ചോറുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി ഒരാൾ ചിന്തിക്കുകയും അതേ കാര്യത്തെപ്പറ്റി മറ്റൊരാൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഒരാൾ ചിന്തിക്കാത്ത ഒരു തലത്തിലായിരിക്കും മറ്റേ ആൾ ചിന്തിക്കുന്നത്. അത് ഞാൻ നേരിൽ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും അതിന് ഉദാഹരണമായിരിക്കാം. ഒരു സംഗീത സംവിധായകനാണേലും സിനിമാ സംവിധായകനാണേലും അവർ 2 പേർ ഒരുമിച്ച് ചിന്തിക്കുന്നിടത്ത് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാവും, കൂടുതൽ നമുക്ക് ഇമാജിനേഷൻ വർദ്ധിക്കും. 2 പേരുടെയും പോസിറ്റീവ് ഐഡിയാസ് ഇതിലേക്ക് വരും. ഇപ്പോൾ ഞങ്ങൾ 2 പേരും ചിന്തിക്കുന്ന എല്ലാ ഐഡിയാസും ഉദാത്തമാണെന്നൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. കാരണം ഞങ്ങൾക്ക് തന്നെ കൺവിൻസിങ് അല്ലാത്ത ചില കൺസെപ്റ്റ്സ് ഞങ്ങളുടെ മനസ്സിൽ വരാറുണ്ട്. പക്ഷേ ഞങ്ങളത് തള്ളിക്കളയത്തേ ഉള്ളൂ. കാരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൺവിൻസിങ് അല്ല എന്ന് തോന്നിയാൽ ഞങ്ങൾ അതിലേക്ക് പ്രൊസീഡ് ചെയ്യാറില്ല. അപ്പോൾ എല്ലാ രീതിയിലും 2 പേര് ചേർന്ന് ജോലി ചെയ്യുക. പിന്നെ അതിനൊരു വലിയൊരു ഘടകം, ഈ എല്ലാവരും എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് വേണം ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ചിലർ മാത്രം 2ആയിട്ട് വർക്ക് ചെയ്യുന്നു, ചിലർ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുന്നു? അതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ തമ്മിലുള്ള മാനസികമായ ഐക്യം തന്നെയാണ്. കാരണം ഒരു കോമൺ തിങ്കിങ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ആ കോമൺ തിങ്കിങ്ങും ഒരാൾ പറഞ്ഞാൽ മറ്റേ ആൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എന്നുള്ള ഉറച്ച ബോധ്യവുമുണ്ട്. ആ ബോധ്യമാണ് ഞങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതും ഞങ്ങളുടെ ഈ തിരക്കഥയിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാനും ഇമാജിൻ ചെയ്യാനും ഞങ്ങളെ പ്രാപ്തരാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഈഗോ സാറ്റിസ്ഫാക്ഷൻ അല്ല, ഇപ്പം ഞാൻ എഴുതിയതാണ് ശരി, സഞ്ജയ് എഴുതിയതാണ് ശരി എന്നുള്ള ഈഗോ സാറ്റിസ്ഫാക്ഷൻ അവിടെ പ്രസക്തിയില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമുള്ള ഈ ഒരു സമവായത്തിലെത്തുകയും സിനിമയ്ക്ക് എന്താണോ ഏറ്റവും നല്ലത്, ഞങ്ങളിൽ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് എടുക്കുന്നു എന്നതിനേക്കാൾ ഞങ്ങൾ തിരക്കഥ എഴുതുന്ന സിനിമയ്ക്ക് എന്താണോ നല്ലത് അതിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. അപ്പോൾ എല്ലാ രീതിയിലും 2 brains are better than 1 എന്നുള്ള ഡിക്റ്റമാണ് ഞങ്ങൾ ഈ രീതിയിൽ ഇതിൽ ഫോളോ ചെയ്യുന്നത്.